ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലെ തന്നെ ഞാനിപ്പോൾ സമയം 4:45 കേട്ടോ എഴുന്നേറ്റുണ്ട്. എന്തിനാണെന്നറിയോ? 27-ാം രാവ് നോമ്പ് നോക്കാൻ. ഇന്നലെയും നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ വെള്ളിയാഴ്ച ഇന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് ഉണ്ട്, പിന്നെ ബ്രെഡുണ്ട്, പിന്നെ അവിൽ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ രാവിലെ 4:45 എഴുന്നേറ്റ് ഇതൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ലേ. ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് ചായയും കുറച്ച് അവിലും കൂടെ കുതിർത്ത് പാൽ ചായയിൽ അവിൽ വെച്ച് കുതിർത്തിട്ട് വെള്ളം പോലെയാക്കി അതാണ് കുടിച്ചത്. ഇന്നും ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചെങ്കിൽ എനിക്കിതൊന്നും തിന്നാൻ വയ്യ. അവിലും ചായയും തന്നെയാണ് കേട്ടോ കുടിച്ചത്. കാരണം ഈ 4:45 എടുത്ത് കഴിച്ചാൽ പോയില്ല, നമുക്ക് കഴിക്കാട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. ഇത്രയാട്ടോ ഞാൻ നോമ്പെടുക്കാൻ വേണ്ടി ചെയ്ത്. ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ തിന്നാൻ പറ്റുവാണെങ്കിൽ തിന്നാലേ. കാരണം രാവിലെ തിന്നാലും കഴിയില്ല. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ 27-ാം രാവ് നോമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ദിവസം എടുക്കുന്നുള്ളൂ, 27-ാം രാവിൻ്റെ അന്ന് മാത്രം. അപ്പോൾ ഇന്നലെ എടുത്തപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നി ഇന്നും കൂടി എടുക്കാമെന്ന്. അങ്ങനെ 2 ദിവസം എടുക്കാമെന്ന് വിചാരിച്ചാണ്. ബസ്സുണ്ടോയെന്നറിയില്ല, തിരുവമ്പാടി വരെ ഒന്ന് പോകാൻ. ഈ വീട്ടിലെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മേനെ ഇതുവരെ കണ്ടില്ല. ആ അമ്മേനെ ഒന്ന് പോയി കണ്ടിട്ട് പോയാലോ? എന്തായാലും നേരം പോയി അമ്മേനെയും കൂടെ കണ്ടിട്ട് പോവാം. ഞാൻ അമ്മേനെ ഇതുവരെ, അമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അമ്മേനെ കണ്ടിട്ടില്ല. കേറില്ല, ഞാൻ തിരുവമ്പാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ ചായ വേണ്ട അമ്മ, വേറെ ഒന്നും കൊണ്ടുമല്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് ചായ വേണ്ട. എന്താ? നമ്മുടെ നോമ്പല്ല ഞാൻ എടുത്തേക്കുന്നത്, നമ്മുടെ മുസ്ലിംസിന്റെ ആ നോമ്പാണ്. അപ്പോൾ എന്തൊക്കെ പറ്റുമോ? അതിനെന്താ, നോമ്പ് നോക്കുന്നതിന് ജാതിയും അതൊന്നുമില്ല, ആർക്കും നോക്കാം. അത് ഈ മാസത്തിലെ 27-ാം രാവ് എന്ന് പറഞ്ഞാൽ അവരൊരു നോമ്പുണ്ട്. അത് ഭയങ്കര നല്ലൊരു നോമ്പാണ്. അത് നമുക്ക് ആർക്കും എടുക്കാം. അവർക്ക് കിട്ടുന്നതിനെക്കാട്ടി പുണ്യം നമുക്ക് കിട്ടുക ആ നോമ്പ് എടുക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കലുണ്ട് ആ നോമ്പ്, 27-ാം രാവ് നോമ്പ്. അപ്പോൾ ഈ പ്രാവശ്യം 2 നോമ്പ് എടുത്തല്ലേ. എല്ലാ വർഷവും ഒരു നോമ്പ് ഞാൻ എടുക്കലുണ്ട്. പ്രാവശ്യം എല്ലാ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്ത്, ഞാൻ അവിടെ വാടകയ്ക്ക് താമസിച്ചെടുത്ത് ആ വീടിൻ്റെ ഓണർ ഒരു താത്തയുണ്ട്, നെല്ലീസാത്ത എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി നോമ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പം എന്നോട് പറഞ്ഞു അത് എടുത്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്, പഠിച്ചവൻ്റെ അനുഗ്രഹം നല്ലോണം നമുക്കുണ്ടാവും, നിങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു അത് എടുക്കാനേ. അപ്പം ഞാൻ അവിടെ നിന്ന് നോമ്പ് എടുക്കുമ്പോൾ ആ താത്ത നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ പറഞ്ഞും തരും നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള, പിന്നെ പാൽവാഴക്ക, കരിക്കഞ്ഞി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ താത്ത പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞാൻ സ്വന്തം തന്നെ ഉണ്ടാക്കി കഴിക്കും. ഇന്നലെ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല, നോമ്പെടുത്തെങ്കിലും ഞാൻ വരുന്ന വഴിക്ക് പണി കഴിഞ്ഞ് വരുമ്പോഴേ വാങ്ങി കൊടുത്തു വഴിയിൽ നിന്ന്. അപ്പം ഞാൻ കയ്യിൽ വെള്ളമൊക്കെ കരുതിയിട്ട് വന്നു. അവിടെ നിന്ന് വരുന്ന വഴിക്ക് അത് വഴിയിൽ നിന്ന് വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവൾ കരിക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ഇന്നലെ കുടിച്ച് അതൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു. പിന്നെ ഇന്നും കൂടെ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. 27-ാം രാവിൻ്റെ രാവ് ഇന്നലെയായിരുന്നു, അതിൻ്റെ നോമ്പ് ഇന്നാണ്. നോമ്പ് അതുകൊണ്ടാണ് കേട്ടോ. അമ്മ എപ്പോഴാണ് പോകുന്നത്? കഴിഞ്ഞാൽ പോകും. ആണോ? മോള് പോയോ? ജോലിക്ക് പോയോ? പോയില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. ഇതിലെ ബസ് റോഡ് പണി ആയതുകൊണ്ട് ബസ്സില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, കുറച്ചങ്ങ് നടന്നിട്ട് വേണം പോവാനേ. എടുക്കലില്ല, ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ചെയ്യുന്നതല്ലാതെ എല്ലാവരും ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലതേ വരൂ, ദൈവം നന്നാക്കി തരട്ടെ. അങ്ങനെയൊന്നുമില്ല, ദൈവം അല്ലേ ഉള്ളൂ. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതല്ലേ, വിശ്വാസമല്ലേ, ഓരോരുത്തരും വിശ്വാസം നടക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വഴക്കുണ്ടാക്കാന്നല്ലാതെ ദൈവം ആരോടും വഴക്കുണ്ടാക്കാനൊന്നും പറ്റില്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരു പിന്നെ ഉള്ളൂ. അതിനെ പല രൂപത്തിൽ ആരാധിക്കുന്നു, പല രീതിയിൽ വിളിക്കുന്നു എന്നല്ലാതെ പ്രപഞ്ചശക്തി ഒന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്, ദൈവമൊക്കെ ഒന്നാണ്. അതെ, എന്നാ ആയിക്കോട്ടെ കേട്ടോ അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. ശരി. ചായയുടെയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? ചായയുടെയൊക്കെ കഴിഞ്ഞിരിക്കുക.
അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ബസ്സിലിരിക്കുമ്പോൾ തന്നെ വാങ്ങ് കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജ്യൂസ് വാങ്ങി കൈ കരുതിയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടി. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6:45 ഞാൻ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബസ് ഇറങ്ങുന്നവിടെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി താത്തയുണ്ട്. താത്തയ്ക്ക് ഇച്ചിരി പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഇന്ന് അവിടെ കയറിയപ്പോൾ ഞാൻ നോമ്പാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയ ജ്യൂസ് ഞാൻ അവിടുന്ന് കുടിച്ചു. അപ്പോൾ എനിക്ക് നോമ്പാന്ന് പറഞ്ഞപ്പോൾ താത്ത വേഗം തരിക്കഞ്ഞിയും പഴംപൊരിയും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ തരിക്കഞ്ഞി മാത്രം അവിടുന്ന് കുടിച്ചു. ഫ്രൂട്ട്സൊക്കെ കൂടെ ഞാൻ കൈ കരുതി. ഫ്രൂട്ട്സ് മുന്തിരി കാരക്ക പിന്നെ പഴം പൊരിച്ചത് അതൊക്കെ ഞാൻ കൈ കരുതി. കാരണം അമ്മ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇത്രയും നേരം ഒന്നും കഴിക്കാതിരുന്നിട്ട് അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഞാൻ എന്നിട്ട് ആ ജ്യൂസ് കുറച്ച് കുടിച്ചു. ആ ഒരു ഗ്ലാസ് തരിക്കഞ്ഞിയും കുടിച്ച് പോന്നു. ഇപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് കയറി ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചു. ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ കയറിയപ്പോൾ താത്ത തന്നതാണ് കാരക്കയും പഴംപൊരിയും ഒക്കെ. അത് ഞാൻ കയ്യിൽ കരുതി. ഇവിടെ ഞാൻ മുന്തിരിയും ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി എടുത്തിട്ട് ഒരു ആപ്പിൾ എടുത്ത് മുറിച്ച് വെക്കുമ്പോൾ അതാ അപ്പിടി കേട് കേട്ടോ. ഇങ്ങനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, നല്ല ആപ്പിളായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം കേട്. അപ്പോൾ അത് കഴിക്കാൻ കഴിയില്ല. പിന്നെ കാരക്ക വാങ്ങിയത് പിന്നെ ഇതിനകത്ത് ഉണ്ടല്ലോ മതി. പിന്നെ ഇനി പാല് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്തില്ല. പാല് കാച്ചിയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഭക്ഷണം അതൊക്കെ ഉള്ളൂ. ഇനി വേറൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ നോമ്പ് നോറ്റായിരുന്നു കേട്ടോ. ഇന്നലെ ഇതുപോലെ തന്നെ നോമ്പ് തുറന്ന് ഇന്നും 2 നോമ്പെടുത്തു. 27-ാം രാവ് ഭയങ്കര പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോമ്പ് തുറ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.